നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഇപ്പോൾ വരുന്ന വാർത്തകൾ കേൾക്കാൻ അത്ര സുഖമുള്ളതല്ല. ഫുൾ ഓൺ വയലൻസ് ന്യൂസ് ആണ് ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതും. കഴിഞ്ഞ ദിവസത്തെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ ഭീതി ഉണർത്തുന്ന ഒന്നാണ്. പക്ഷെ അതിനും ഇപ്പോൾ കമ്പാരിസൺ വരുന്നത് സിനിമകളുമായിട്ടാണ്. ഏറ്റവും അടുത്തിറങ്ങിയ മാർക്കോ എന്ന സിനിമ. മാർക്കോയ്ക്ക് ശേഷം കേരളത്തിലുണ്ടായ എല്ലാ കൊലപാതകങ്ങൾക്കും മാർക്കോ കണ്ട് ഇൻസ്പയർഡ് ആയി എന്ന രീതിയിലുള്ള കമ്പാരിസൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കോ കാണാത്ത ഒരാളാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിലോ? പോട്ടെ, മാർക്കോ അല്ലെങ്കിൽ ഏത് വയലൻസ് സിനിമയും എടുക്കും, ഇതിലെ ഏത് പോർഷനാണ് ആ കൊലപാതകയെ ട്രിഗർ ചെയ്തത്? ഈ കമ്പയർ ചെയ്യുന്നത് അതുകൂടി ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അഫാൻ നടത്തിയ കൂട്ടക്കൊലപാതകമാണ് ഇപ്പോഴത്തെ ചർച്ച. കേരളത്തിനെ ഒന്നടങ്കം ഞെട്ടിച്ച ഒന്ന് തന്നെയായിരുന്നു അത്. അഫാന്റെ ബന്ധുക്കളും നാട്ടുകാരും ഒരാൾ പോലും അഫാനെ പറ്റി ഒരു വാക്ക് പോലും മോശം പറയുന്നില്ല. നല്ല പയ്യനായിരുന്നു, അധികം ആരോടും കൂട്ടുകൂടാൻ പോലും പോകാറില്ല, വളരെ ശാന്തനായ പയ്യൻ. എന്നാൽ ഇവൻ ഏത് അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത് എന്ന് എപ്പോഴെങ്കിലും കൂടെയുള്ളവരോ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ കുറെ കാണാനിടയായി. ശരിയാണ്, വളരെ മോശം അവസ്ഥയിലൂടെയായിരുന്നു അവന്റെ മാനസികാവസ്ഥ കടന്നുപോയിരുന്നത്. ആരോടും അധികം മിണ്ടാത്തതും സ്വന്തം കാര്യം മാത്രം നോക്കി ഇരിക്കുന്നതുമൊക്കെ ഒരു നല്ല പയ്യന്റെ ലക്ഷണങ്ങളാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അത് സമൂഹം പടച്ചുവിട്ട ഒരു മിഥ്യയല്ലേ ശരിക്കും? അഫാന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അധികം സൗഹൃദങ്ങളില്ല, പക്ഷെ അവന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവൻ ക്രൂരമായി ഇല്ലാതാക്കിയത്. സ്വന്തം ഉത്തരവാദിത്വങ്ങളും എല്ലാം മറന്ന് ഒരു ജോലി പോലും വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കാൻ അഫാന് ധൈര്യം കിട്ടിയത് അച്ഛന്റെ കയ്യിലുള്ള കാശ് കണ്ടിട്ടായിരുന്നു. ഓർക്കാപ്പുറത്ത് കോവിഡ് വന്നതും ഈ പൈസ വരുന്നത് പോലെ തന്നെ പോവുകയും ചെയ്യും എന്ന റിയാലിറ്റി അവനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അവിടെ നിന്നും അവന്റെ സമനില തെറ്റി. കടക്കാർ വീട്ടിൽ വന്നു തുടങ്ങി. അവന്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള പണം വീട്ടിൽ നിന്നും കിട്ടുന്നില്ല. അതുവരെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പൈസ ചോദിക്കാതെ ഇരുന്ന അവൻ പിന്നീട് ഇവരുടെ വീടുകളിൽ പോയി പൈസ ചോദിച്ചു തുടങ്ങി. ഇതോടെ കടങ്ങളും കൂടി വന്നു. ഇതിന്റെ കൂടെ ലഹരിയും തുടങ്ങി എന്നും ഇതിന്റെ ഇടയിൽ റിപ്പോർട്ട്സ് വന്നിരുന്നു. അനിയന്റെ ഫീസ് പോലും അടയ്ക്കാൻ പൈസ ഇല്ലാതെ. സംഭവം നടന്ന ദിവസം അമ്മയോട് 2000 രൂപ ചോദിച്ചു. എന്നാൽ അതുപോലും ആ വീട്ടിലില്ലെന്നറിഞ്ഞപ്പോൾ എല്ലാവരോടുമുള്ള വെറുപ്പും കൂടി വന്നു. പെട്ടെന്ന് എല്ലാവരെയും കൊന്നുകളയാൻ തീരുമാനിക്കുന്നു. ഇതിൽ കാമുകി എന്ത് ചെയ്തു? താൻ പോയാൽ കാമുകി ഒറ്റയ്ക്കാവില്ലേ എന്നോർത്ത് അവളെയും ഇല്ലാതാക്കി. അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടായിരുന്നു കുഞ്ഞനിയനെ നോക്കിയത്. അവിടെ പോലും അവന് ദാക്ഷിണ്യം തോന്നിയില്ല. അച്ഛന്റെ തണലിൽ നിന്നും മാറി സ്വന്തമായ ഒരു വരുമാനം അതവൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കുടുംബത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമാണെന്നുള്ള ബോധമാണ് അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. എന്നാൽ ഇതിന്റെയൊക്കെ കാരണം സിനിമയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. സിനിമ ഒരു ആസ്വാദന മേഖലയാണെന്നത് എന്തുകൊണ്ടാണ് ആരും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? വയലൻസ് സിനിമകൾ കണ്ട് ഇൻസ്പയർഡ് ആയി അത് അനുകരിക്കാൻ ശ്രമിക്കുന്നവർ എന്തുകൊണ്ടായിരിക്കും ഫീൽ ഗുഡ് സിനിമകൾ കണ്ട് അത് അനുകരിക്കാൻ നോക്കാത്തത്? പിന്നെ സിനിമകളെ കുറ്റം പറയുന്ന ആളുകളോട് ആസ് എ മീഡിയ ഇറ്റ്സെൽഫ് ഇതിന്റെ പുറകെയുള്ള മീഡിയ കവറേജ് ശരിയായി തോന്നുന്നുണ്ടോ? ഇങ്ങനെ നിരന്തരമായി കുറ്റകൃത്യങ്ങളുടെ ഓരോ സൂക്ഷ്മ വിവരങ്ങളും ആളുകളിലേക്ക് എത്തിക്കുന്നത് അത്ര നല്ല പ്രവണതയെ തോന്നുന്നുണ്ടോ? ദിവസങ്ങളോളം കൊലയുടെ രീതിയും കൊലപാതകത്തിനെ ഉപയോഗിച്ച സാധനങ്ങളും ഇത് എങ്ങനെ വാങ്ങി, എവിടെ നിന്ന് വാങ്ങി, ആരൊക്കെ ഇതിന് സഹായിച്ചു, ഇവരുടെ ആ സമയത്തെ മാനസിക സ്ഥിതി എന്തായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് ഇവരുടെ മദ്യപാന രീതിയും മയക്കുമരുന്ന് ഉപയോഗവും, ഇതെല്ലാം വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ദിവസങ്ങളോളം ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മഹത്തായ ധാർമ്മിക പ്രവൃത്തിയാണോ? മാനസികമായി ബുദ്ധിമുട്ടുന്ന ഒരാൾ ഈ പറയുന്ന സിനിമ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. അവരിലേക്ക് ദിനം പ്രതി ഈ വാർത്തകൾ കൂടി എത്തുമ്പോൾ അവർക്ക് ശരിക്കും ഇതൊരു വഴികാട്ടിയാവുകയല്ലേ ചെയ്യുന്നത്? എന്തിനാണ് ഇത്രയും വിവരങ്ങൾ ഇത്ര ഡീറ്റെയിൽഡ് ആയി മീഡിയ ആളുകളിലേക്ക് എത്തിക്കുന്നത്? ഒരു ക്രൈം നടന്നു, പോലീസ് അന്വേഷിച്ചു, പ്രതി അറസ്റ്റിലായി, ഇത്രയുമല്ലേ അറിയേണ്ട കാര്യങ്ങൾ? അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് കൊലയാളി ഇത് പ്ലാൻ ചെയ്തത്, എവിടെ നിന്നും സാധനങ്ങൾ എടുത്തു, കൊല നടത്തിയതിനു ശേഷം ഇത് എവിടെ ഒളിപ്പിച്ചു, പോലീസ് കണ്ടുപിടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്തു, ഇവരുടെ കുടുംബം അനുഭവിക്കുന്ന വേദന, നാട്ടുകാർ അനുഭവിക്കുന്ന വേദന, ഡോക്ടറുടെ മൊഴി, അഡ്വക്കേറ്റിന്റെ മൊഴി, ചികിത്സാ വിവരങ്ങൾ, ഇതൊക്കെ ആളുകളിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യങ്ങൾ ശരിക്കും എന്താണ്? ഞാൻ വായിച്ച ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. സാമൂഹിക മാനസികാരോഗ്യം ഇത്തരം വാർത്താ റിപ്പോർട്ട് കാരണം അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത്. സിനിമയുമായി കൊലപാതകം കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്താൻ നല്ലത്. അതോടൊപ്പം തന്നെ നിലവിലെ കേരളത്തിന്റെ അവസ്ഥ വയലൻസ് സിനിമകളുടെ മേലെ വെച്ച് ഊരിപ്പോരാൻ പറ്റിയ രീതിയിലുള്ള ഒന്നും അല്ല.